ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കും റിവ്യൂകളിലേക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ സംപ്രേഷണം ആരംഭിച്ചു. ഇന്നലെ ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ടാമതായി എത്തിയ മത്സരാർത്ഥിയാണ് അനുമോൾ. മലയാളികൾക്ക് സ്റ്റാർ മാജിക് ഉൾപ്പെടെയുള്ള ഷോകളിലൂടെ വളരെ പരിചിതയാണ് അനുമോൾ. അതേസമയം ബിഗ് ബോസ് വീട്ടിലെത്തിയ അനുമോളുടെ ആദ്യ ദിവസത്തെ പെർഫോമൻസിനെ കുറിച്ചാണ്. അനുമോളെ അടുത്തറിയാവുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റാർ മാജിക് ഉൾപ്പെടെയുള്ള ഷോകളിൽ കണ്ടു പരിചയമുള്ളവർക്കറിയാം, അനു വളരെ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളും ആ സങ്കടം വന്നാൽ അത് വളരെ പെട്ടെന്ന് മുഖത്ത് പ്രകടിപ്പിക്കുന്ന ഒരാളുമാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ആള് കൂളാകുകയും പെട്ടെന്ന് സന്തോഷത്തിലേക്ക് വരികയും ചെയ്യുന്ന ആളാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു നേച്ചർ ബിഗ് ബോസ് വീട്ടിൽ എത്രത്തോളം സ്വീകാര്യമാണ് എന്നത് മുൻ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അനുമോളുടെ ഒരു ജെനുവിനായിട്ടുള്ള ഒരു ഫീലിംഗ് ആണിതെങ്കിലും ഇത് ഇന്നലത്തെ ദിവസം രണ്ട് സാഹചര്യങ്ങളിൽ പുറത്തു വന്നു. ആദ്യം തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ടാമതായി അനുമോൾ എത്തുമ്പോൾ ആദ്യം കോമണറായി വീട്ടിലെത്തിയ അനീഷ് വീട്ടിലുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ അനുവിനെ നേരിട്ടും അല്ലാതെയും കാണുന്നതിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അതൊരു പക്ഷേ മേക്കപ്പിൻ്റെ വ്യത്യാസമായിരിക്കും എന്നൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം അനുവിനെ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അനുവിൻ്റെ കണ്ണ് ചെറുതായി നനഞ്ഞു വരുന്നുണ്ട്. അതേസമയം അനു അത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അനുവിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു കാര്യം, രാത്രി ഇവർക്കുള്ള ആം ബാഡ്ജുകൾ കിട്ടിക്കഴിഞ്ഞ്, അതായത് ടാസ്കിൽ വിജയിച്ച 3 പേർക്ക് അവരുടെ ആം ബാഡ്ജുകൾ ലഭിച്ചു കഴിഞ്ഞ് ഗേൾസിൻ്റെ സൈഡിൽ നിന്നും ആം ബാഡ്ജ് കിട്ടിയ ബിന്നിയുടെ കയ്യിൽ നിന്ന് ആ ആം ബാഡ്ജ് ആദ്യം തട്ടിപ്പറിക്കുന്നത് അനുമോളാണ്. അനുമോൾ വളരെ കഷ്ടപ്പെട്ട് അത് പിടിച്ചെടുക്കുന്നുണ്ട്. അനുമോളുടെ കയ്യിൽ ഒരു സമയത്ത് അത് കിട്ടിയതുമാണ്. പിന്നീട് ഇവർ തമ്മിൽ പിടിവിടാതെ ഇവർ തമ്മിൽ കുറച്ച് സംസാരങ്ങളൊക്കെ നടന്ന് വീണ്ടും അത് അനുമോൾ ബിന്നിക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ച് ബിന്നിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് നേരെ തിരിഞ്ഞ് ക്യാമറയെ നോക്കി പറയുന്നുണ്ട്, ബിഗ് ബോസ് അത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ആ സമയത്തും അനുവിൻ്റെ മുഖം വല്ലാതെ ആ നിരാശയും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ബിഗ് ബോസ് ഷോയിൽ അനു ഒരു സങ്കട താരമായി മാറുമോ? അനുവിൻ്റെ ജെനുവിനായ ഈ ഒരു ഫീലിംഗ് അനുവിന് ബിഗ് ബോസ് വീട്ടിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു നെഗറ്റീവായി മാറുമോ എന്ന് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം. ഏതായാലും ആദ്യത്തെ ദിവസം പ്രധാനപ്പെട്ട ഈ 1-2 സാഹചര്യങ്ങളിൽ അനുവിൽ ഇത് വളരെ പ്രകടമായി കാണുന്നുണ്ട്. ഇത് മറ്റുള്ളവർ എങ്ങനെ യൂസ് ചെയ്യുമെന്നാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടത്.